പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ പുറത്തിറങ്ങുന്നു. ഇതോടെ രാഹുലിനോട് എസ് ഐ, മോനെ രാഹുലെ, നീ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ നിന്നെ വർഷങ്ങളോളം ജയിലിനുള്ളിൽ ഇടാനുള്ളതാണ്. പക്ഷേ നീ വീണ്ടും എന്തോ ഭാഗ്യം കൊണ്ട് പുറത്തിറങ്ങി. കുഴപ്പമില്ല. പക്ഷേ ഇനിയും ഇതുപോലെയുള്ള വേലത്തരങ്ങൾ നീ എടുത്താൽ നീ പുറം ലോകം കാണില്ല. ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പു നൽകാം. ഇത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന രാഹുൽ, ഇല്ല സാർ, ഞാൻ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. എങ്കിൽ നിനക്ക് കൊള്ളാം. എന്നാ ശരി, നീ വിട്ടോ. ഇതോടെ ഇനി ഡിവോഴ്സിന്റെ കാര്യം അതുകൂടി വേഗം നീ ശരിയാക്കിയില്ല എങ്കിൽ വീണ്ടും അകത്തു പോകും നീ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ ഇഷ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ നീനയുടെ കൂടെയുള്ള യാത്രയിൽ, അല്ല, ഇനി എന്താ നിന്റെ പരിപാടി? ഒന്നും അറിയില്ല നീന. ഒന്നും കൂടി ആലോചിക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന്. ഞങ്ങളുമുണ്ട് കൂടെ. പക്ഷേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. എന്ത് പ്ലാൻ? എന്താ ഉദ്ദേശിക്കുന്നേ? മറ്റൊന്നുമല്ല, നമ്മൾ തിരിച്ചടിക്കും. ആ സ്വത്തുക്കളെല്ലാം നമുക്കുള്ളതാണ്. മറ്റാർക്കും കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ ചെയ്താൽ ഞാൻ വീണ്ടും അകത്തു പോകില്ലേ? ഇല്ലടാ, അതിനുള്ള തന്ത്രമെല്ലാം നമ്മൾ നടപ്പിലാക്കും. ഈ വിജയം നമുക്ക് മാത്രമുള്ളതാണ്. അത് യാതൊരു വിധത്തിലും നമ്മൾ തോൽവിക്ക് അനുവദിക്കുകയില്ല. നീ വാ, മമ്മി കാര്യങ്ങൾ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ഇനി പേടിക്കണ്ട നീ. ശരി, എന്നാ നീ വണ്ടിയുടെ വീട്ടിലേക്ക്. ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ നീനയുടെ അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് രാഹുലിനെ. വാടാ രാഹുലെ, അവർ നിന്നെ വല്ലതും ചെയ്തോ? ഇല്ല. ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൈവിട്ട് നിൽക്കുകയാണെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൽക്കാലത്തേക്ക് ഒന്ന് പുറകിൽ നിന്ന് കളിക്കാൻ നമുക്ക്. മനസ്സിലായോ? എങ്ങനെ? അതൊക്കെ ഉണ്ടടാ. ഈ വിജയം അത് നമ്മൾ നേടുക തന്നെ ചെയ്യും. നീ ഇനി കുറച്ച് സമയം ഒന്നും ചെയ്യാതെ ഇരി. നല്ലൊരു അവസരത്തിനായി കാത്ത്. ഓക്കെ. ആ, ശരി. ഇതേ സമയം തൻ്റെ അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിൽ നിന്ന് ഇപ്പോഴും മറയ്ക്കുന്നുണ്ട് എന്ന ഇഷയ്ക്ക് ഉറപ്പായിരിക്കുകയാണ്. അച്ഛാ, സത്യങ്ങൾ എന്നോട് ഇപ്പോൾ തുറന്നു പറയണം. ഇനിയും നമ്മൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകരുത്, കേട്ടോ? ദിൽ മോളെ. അച്ഛൻ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. ഇതോടെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് തൻ്റെ അച്ഛനെ എത്തിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഡോക്ടർമാർ, ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്, ഞങ്ങൾ ഒരുപാട് തവണ ഓർമ്മിപ്പിച്ചതാണ്, അവസ്ഥ വളരെ മോശമാണ് എന്നും കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കണമെന്നും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ജീവൻ തിരികെ പിടിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ മാനസികമായി തകർന്നു പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.